നൂബിയ റെഡ് മാജിക്കിന്റെ റെഡ് മാജിക് 9s പ്രോ സീരീസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് പ്യൂർലി ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോണുകളാണ്. ഇതിൽ രണ്ട് ഫോണുകൾ വരുന്നുണ്ട്, റെഡ് മാജിക് 9s പ്രോയും അതുപോലെ തന്നെ റെഡ് മാജിക് 9s പ്രോ പ്ലസും. ഈ രണ്ട് ഫോണുകളിലും പല ഫീച്ചേഴ്സും സെയിം ആണ്. കാര്യമായിട്ട് ബാറ്ററിയുടെ കാര്യത്തിലെ വ്യത്യാസം വരുന്നുള്ളൂ, അതുപോലെ തന്നെ റാമിന്റെയും ഇന്റർണലിന്റെ കാര്യത്തിലെ വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കി ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് വരുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ് മാജിക് 9s പ്രോ സീരീസിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും 6.8 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. OLED പാനലും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 960 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 2000 ഹെർട്സിന്റെ ഇൻസ്റ്റന്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. ഇപ്പം ഈ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, കാരണം ഇതൊരു ഗെയിമിംഗ് ഫോണാണ്. അപ്പം വളരെ കൂടിയ ടച്ച് സാമ്പിളിംഗ് റേറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് സെൽഫി ക്യാമറ സ്ക്രീനിന്റെ ഉള്ളിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് കാര്യമായിട്ടുള്ള ഒരു തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. പിന്നെ 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1600 നിറ്റ്സ് ആണ്. 2160 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. എടുത്തു വരേണ്ട കാര്യം എന്ന് പറയുന്നത് വളരെ കൂടിയ ടച്ച് സാമ്പിളിംഗ് റേറ്റും അതുപോലെ തന്നെ അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറയും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. വെയിറ്റ് വരുന്നത് ഏകദേശം 229 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.9 mm ആണ്. പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 ലീഡിംഗ് വെർഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറിന്റെ കുറച്ചും കൂടി ഓവർ ക്ലോക്ക് ചെയ്തിട്ടുള്ള വെർഷനാണ്. അപ്പം ഇപ്പോഴുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. അപ്പം ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഗെയിമിംഗ് ഫോണാണ്, അതുകൊണ്ട് തന്നെ പെർഫോമൻസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൽ 9s പ്രോയിൽ ബേസ് വേരിയന്റിൽ 12 GB റാമും 256 GB ഇന്റേണലുമാണ് വരുന്നത്. അതുപോലെ തന്നെ 12 GB റാമും 512 GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പ്രോ പ്ലസിലോട്ട് വരുമ്പോൾ ബേസ് വേരിയന്റിൽ തന്നെ 16 GB റാമും 512 GB ഇന്റേണലുമാണ് വരുന്നത്. പിന്നെ 24 GB റാമും 1 TB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. LPDDR5Xന്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഷോൾഡർ ബട്ടൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഷോൾഡർ ബട്ടൺസിലോട്ട് പല ഫംഗ്ഷൻസും നമുക്ക് അസൈൻ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം ഗെയിമിങ്ങിൽ എക്സ്ട്രാ കുറച്ച് ബട്ടൺസും കൂടി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ പല AI ഫീച്ചേഴ്സും ഇതിലോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഷോൾഡർ ബട്ടൺസിലോട്ടൊക്കെ പല AI ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതുമാത്രമല്ല ഗെയിമിങ്ങിൽ വേറെയും AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോൺ പെട്ടെന്ന് നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ICE 13.5 കൂളിംഗ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. വേപ്പർ ചേമ്പർ കൂളിംഗ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ഏരിയ വരുന്നത് 10,182 mm² ആണ്. അതുപോലെ തന്നെ 22,000 RPM കറങ്ങുന്ന ഒരു ഫാനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഗെയിമിംഗ് ഫോൺ ആയതുകൊണ്ട് തന്നെ ഫോൺ പെട്ടെന്ന് ഹീറ്റ് ആവാതിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മികച്ച കൂളിംഗ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട്. DTS:X അൾട്രയുടെ സൗണ്ട് വരുന്നുണ്ട്. പിന്നെ 3.5 mm മോഡി ജാക്ക് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പൊതുവെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളിൽ 3.5 mm മോഡി ജാക്ക് കാണാറില്ല. പക്ഷേ ഗെയിമിംഗ് ഫോൺ ആയതുകൊണ്ട് തന്നെ ഇതിലത് കൊടുത്തിട്ടുണ്ട്. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള റെഡ് മാജിക് OS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് എടുത്തിട്ടുണ്ട്. 50 MP മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സാംസങ് GN5ന്റെ സെൻസറാണ്. പിന്നെ ഇതിൽ OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 50 MP സാംസങ് JN5ന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 MP മാക്രോ ലെൻസും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഓൺ പേപ്പർ തിരക്കില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 9s പ്രോയിൽ 6500 mAh ബാറ്ററി വരുന്നുണ്ട്. വളരെ കൂടുതൽ ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. 9s പ്രോ പ്ലസിലോട്ട് വരുമ്പോൾ 5500 mAh ബാറ്ററി വരുന്നുള്ളൂ. പക്ഷേ ഇതിൽ വളരെ കൂടിയ 165 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഒരു ഫോൺ എടുക്കാം. പിന്നെ Type-C ചാർജിംഗ് പോർട്ടാണ് രണ്ട് ഫോണുകളിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ USB 3.2 സപ്പോർട്ടും കാര്യങ്ങളൊക്കെ രണ്ട് ഫോണുകളിലും വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ സ്മാർട്ട് ഫോണുകൾ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം ചൈനീസ് മാർക്കറ്റിലാണ് ഈ ഫോണുകൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ചൈനീസ് മാർക്കറ്റിലെ 9s പ്രോ എന്നുള്ള സ്മാർട്ട് ഫോൺ 4,799 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് 55,000 രൂപ പ്രൈസ് റേഞ്ചിൽ. 9s പ്രോ പ്ലസ് എന്നുള്ള സ്മാർട്ട് ഫോൺ 5,899 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് 66,600 രൂപ പ്രൈസ് റേഞ്ചിൽ. എന്തായാലും ഈ പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് തന്നെയാണ്.
ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മികച്ച ഗെയിമിംഗ് ഫീച്ചേഴ്സും മികച്ച കൂളിംഗ് സിസ്റ്റവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും പിന്നെ അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. നല്ല ബാറ്ററി സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. തരക്കേടുള്ള ടോൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഫോണ് മികച്ച ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. പ്രത്യേകിച്ച് മികച്ച ഗെയിമിംഗ് ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോണുകൾ ലോഞ്ച് ചെയ്യുമോ എന്ന് വെച്ചാൽ റെഡ് മാജിക് സീരീസിൽ വരുന്ന ഗെയിമിംഗ് ഫോണുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ചിലപ്പം ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നുമില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. ഇതിൽ 9s Pro എന്നുള്ള സ്മാർട്ട് ഫോണിൻ്റെ വില ഒരു 70,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എത്തിയേക്കാം. അതുപോലെ തന്നെ 9s Pro Plus എന്നുള്ള സ്മാർട്ട് ഫോണിൻ്റെ വില ഒരു 90,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരെയും എത്തിയേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും റെഡ് മാജിക് 9s Pro അതുപോലെ തന്നെ Pro Plus എന്നീ ഫോണുകൾ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഫോണുകളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സ്മാർട്ട് ഫോണുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.